ശിവബാലൻ മുത്തുകുമാർ സംവിധാനം ചെയ്ത് 2024 പുറത്തിറങ്ങിയ ഒരു കോമഡി, ഒരു ഡാർക്ക് കോമഡി ഡ്രാമ ഫിലിമാണ് ബ്ലഡി ബഗർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഒരുപാട് ഇതിന്റെ കഥാപരമായിട്ടാണെങ്കിലും ഇതിന്റെ ഒരുപാട് നെഗറ്റീവ്സുകൾ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത് നെഗറ്റീവ്സ് തന്നെയാണ്. എനിക്ക് തോന്നിയ നെഗറ്റീവ്സ് ആണ്. സിനിമയുടെ കഥയിലേക്ക് വരുന്ന സമയത്ത് ഒരു ബെഗറായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ, കാവിനെ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ, കാവിൻ്റെ ഒരു അടിപൊളി പെർഫോമൻസ് ആട്ടോ, അത് ഞാൻ പറയാം. അപ്പോൾ കാവിനെ അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഒരു ബെഗർ, പിച്ചക്കാരൻ. അദ്ദേഹത്തിന് ഒരു കൂടെ ഒരു പയ്യൻ കൂടെ ഉണ്ട്. രണ്ടുപേരും കൂടിയാണ് ഇവർ പിച്ച തെണ്ടുന്നത്. അങ്ങനെ നാട് മുഴുവൻ പിച്ച തെണ്ടി നാട്ടിൽ ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നാട്ടുകാരൊക്കെ കൊണ്ട് വെറുത്ത് കല്ലെറിഞ്ഞ് ഓടിക്കുന്ന രീതിയിലുള്ള ഒരു പിച്ചക്കാരനാണ് ഈ ഒരു ബെഗർ. ആ നാട്ടിലുള്ള ഒരു ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു കുടുംബം. ഒരു വീട് കാണുമ്പോൾ തന്നെ വലിയ കൊട്ടാരം പോലുള്ള ഒരു കുടുംബമാണ്. വലിയ ഏക്കർ കണക്കിനുള്ള ഒരു സ്ഥലത്തെ കൊട്ടാരം കണക്കിലുള്ള ഒരു ബിഗ് ഫാമിലി. അവിടുത്തെ ഒരു രാജാവ് എന്നൊക്കെ പറയാം. അവിടുത്തെ ഒരു വലിയൊരു മനുഷ്യൻ മരണപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സപ്തതി അങ്ങനെയുള്ള ഒരു ചടങ്ങിനോടനുബന്ധിച്ചിട്ട് അവിടുത്തെ പിച്ചക്കാർക്ക് എല്ലാവർക്കും കൂടെ ഭക്ഷണം കൊടുക്കുന്ന ഒരു ചടങ്ങിലേക്ക് നമ്മുടെ ഈ ഒരു ബെഗറിനും കാവിനെ അവതരിപ്പിക്കുന്ന നമ്മുടെ നായകനും കൂടെ ഒരു അവസരം കിട്ടുക. അപ്പൊ അവിടെ പോയി ഫുഡ് കഴിച്ച് നിൽക്കുന്ന സമയത്ത്, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തനിക്ക് ഇങ്ങനെയെങ്കിലും ഇതിന്റെ ഉള്ളിലേക്ക് കയറണം എന്നുള്ളൊരു, ഒന്ന് കാണണം എന്നുള്ള, ഇതിനുള്ളിൽ കയറിയിട്ട് ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഈ ഒരു പിച്ചക്കാരൻ ഉണ്ടാവുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ട ആ ഒരു വാതിലിനുള്ളിലേക്ക് ഈ ഒരു പിച്ചക്കാരൻ കയറുന്നു. അതിനുള്ളിൽ മറ്റാരുമില്ല. ആളുകളൊക്കെ വലിയ വീടല്ലേ, വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അപ്പൊ ആളുകളൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്നൊന്നും അറിയില്ല. ആദ്യം അതിനുള്ളിൽ കയറിയെങ്കിലും പിന്നീട് അയാൾക്ക് അതിനുള്ളിൽ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞത് ആ ഒരു വീട്ടിൽ അവിടുത്തെ ഒരു കുടുംബം ഒരാളെ കൊലപാതകം ചെയ്തിട്ടുണ്ട്. അത് ആരാണെന്നുള്ളത് സിനിമയുടെ തുടക്കത്തിൽ ഒരു ചെറിയൊരു കഥ പറയുന്നുണ്ട്. ഒരു ഓർഫൺ ആയിട്ടുള്ള ഒരു പയ്യനെ അവിടെ ഒരു എടുത്തു വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കുട്ടിയെ എല്ലാവരും കൂടെ, ആ കുടുംബാംഗങ്ങൾ, ഒരു ഈഗോ ആയിട്ടുള്ള ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഭയങ്കര സാധനങ്ങളായിരുന്നു ഇവര്. അപ്പോൾ ആ കുട്ടിയെ ഇവര് കൊലപാതകം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഇവരെല്ലാവരും കൂടെ ഒത്തുചേരുന്നത് ഇയാൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഒരു വലിയ, എന്താ പറയാ, ഒരു ആക്ടറായിരുന്നു ഈ ഒരു വീടിന്റെ ഉടമ എന്ന് പറയുന്നത്. ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ഇദ്ദേഹം ഭയങ്കര ഒരുപാട് സിനിമകൾ അഭിനയിച്ചിരിക്കുന്ന ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ആളായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ മരണശേഷം ഇവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ ഇദ്ദേഹത്തിന് ഒരു 370 കോടിയോളം രൂപ വരുന്ന സ്വത്ത് വീതിക്കാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ വിൽപത്രം വായിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അവിടുത്തെ കുടുംബാംഗങ്ങളോട് ഒത്തുകൂടുന്നത്. ഈ സമയത്താണ് നമ്മുടെ പിച്ചക്കാരൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി എത്തിപ്പെടുന്നത്. അപ്പൊ ഇവര് കാണുന്നത് അവിടെ ഈ ദത്തുപുത്രനായിട്ടുള്ളൊരു പയ്യനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ പയ്യൻ അവകാശപ്പെട്ടതാണ് ഈ ഒരു സ്വത്തുക്കളൊക്കെ എന്നൊക്കെ അദ്ദേഹം വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ടാണ് മരണമടഞ്ഞത്. അങ്ങനെ ഈ ഒരു പയ്യനെ ഈ കുടുംബ വക്കീൽ കണ്ടുപിടിച്ച് അവിടേക്ക് കൊണ്ടുവന്ന് കൊലപാതകം ചെയ്തു. റെഡിൻ കിങ്സി അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് ആ ഒരു ഒറിജിനൽ മകൻ. അപ്പൊ ആ മകനെ കൊലപാതകം ചെയ്തു. പക്ഷെ ഇവർക്ക് ഇപ്പോ ഒരാളെ വേണം. പെട്ടെന്നൊരു ദേഷ്യം വന്നപ്പോ, അല്ലെങ്കിൽ പെട്ടെന്നൊരു സാഹചര്യം വന്നപ്പോ ഇദ്ദേഹത്തെ കൊന്നുപോയതാണ്. പക്ഷെ ഇപ്പോ അവിടെ ആക്ട് ചെയ്യാനായിട്ട്, ആ ഒരു മകനായിട്ട്, ആ ദത്തുപുത്രനായിട്ട് മകനായിട്ട് ആക്ട് ചെയ്യാനായിട്ട് ഒരാളെ വേണം. അപ്പൊ ആ ഒരു കുടുംബ വക്കീലും അവിടുത്തെ കുടുംബാംഗങ്ങളും കൂടെ, കുറച്ച് കുടുംബാംഗങ്ങളും കൂടെ ഈ ഒരു പിച്ചക്കാരനെ ആ ഒരു വീട്ടിൽ വെച്ച് പിടിക്കുകയും ഈ പിച്ചക്കാരനെ ആ ഒരു ദത്തുപുത്രനായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി പരിശീലിപ്പിക്കുകയും ചെയ്തു. അത് ബാക്കി കുടുംബാംഗങ്ങളെയും കൂടെ കൺവിൻസ് ചെയ്യിപ്പിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ ഇവർക്ക് ഈ സ്വത്ത് പിരിച്ചു കൊടുക്കുന്ന സമയത്ത്, എന്താ പറയാ, കുറച്ച് കളികളൊക്കെ കളിക്കാൻ പറ്റുള്ളൂ, ഇവർക്കൊക്കെ കൂടുതൽ ലാഭം കിട്ടാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു വിൽപത്ര വായനയും അതിനുശേഷം നടക്കുന്ന കൊലപാതകങ്ങളും അവർക്ക് ഇടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളും, അതിനൊപ്പം തന്നെ ഈ പിച്ചക്കാരൻ എങ്ങനെ അവിടേക്ക് എത്തി, ഒരു എന്താ പറയുക, ഒരു ദൈവത്തിന്റെ ഒരു കളി കൊണ്ട് അവിടേക്ക് എത്തിപ്പെട്ടുപോയതാണ്. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ഒരു പാസ്റ്റ് സ്റ്റോറിയിലേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ വൈഫിന് സംഭവിച്ച മരണമൊക്കെ ഈ ഒരു കുടുംബാംഗങ്ങളൊക്കെ കാരണമാണെന്ന് നമ്മുടെ പിച്ചക്കാരൻ, കാവിനെ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ മനസ്സിലാക്കുകയും അവിടെ നടക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു സിനിമ പോകുന്നത്. ഡാർക്ക് കോമഡിയാണ്, ഞാൻ പറഞ്ഞല്ലോ, ഡാർക്ക് കോമഡിയാണ്. ഒരുപാട് എന്താ പറയാ, ഫണ്ണി മൊമെന്റ്സുകൾ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഇമോഷണൽ രംഗങ്ങൾ, പ്രത്യേകിച്ച് പറയുമ്പോൾ കാവിനെ അവതരിപ്പിക്കുന്ന ക്യാരക്ടറിന്റെയും ഭാര്യയുടെയും ഒക്കെ ക്യാരക്ടർ, അവരുടെ മകനുമായിട്ടുള്ള, കുട്ടിയുമായിട്ടുള്ള ഒരു ബന്ധം ഒക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഡാർക്ക് കോമഡിന്റെ ഇടയിൽ കൂടെ ഇത് പെട്ടെന്ന്
കയറി വരുന്ന സമയത്ത് അതിനൊരു ഫീൽ ഇല്ലാതെയായി പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിലെല്ലാത്തിലും എല്ലാവരും ഒക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ച ആളുകളൊന്നുമല്ല. ഇതിലുള്ള കുടുംബാംഗങ്ങളെല്ലാവരും പരമ ബോറായിട്ടാണ് അഭിനയിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. മെയിനായിട്ട് നമ്മുടെ സുനിൽ നർഗര എന്ന് പറഞ്ഞുള്ള നമ്മുടെ ഒരു മലയാളം ആക്ടർ ഉണ്ട്, ഭയങ്കര തടിച്ചിട്ടുള്ളൊരു ആള്. അയാൾ ഈ സിനിമയിൽ തമിഴ് പറയുന്നത് ശരിക്കും മലയാളം പറയുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടറിനൊക്കെ ഒരു തമിഴ് ഡബിങ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് എനിക്ക് തോന്നി. അതിനൊപ്പം തന്നെ റെഡിൻ കിങ്സ്ലി ഈ സിനിമയിലും എല്ലാ സിനിമയിലും വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് റെഡിൻ കിങ്സ്ലി അവതരിപ്പിക്കുന്നത്. ഈ സിനിമയിലും കുറച്ചൊക്കെ ഒന്നൊരു ആശ്വാസമുണ്ട്, എന്നാലും ഒരു ഭയങ്കര വെറുപ്പിക്കുന്ന ഒരു പ്രേതമായിട്ടാണ് ഈ സിനിമയിൽ നിൽക്കുന്നത്. പിന്നെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ക്ലൈമാക്സ് തന്നെയാണ്. ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് ഈ സിനിമയിൽ പോസിറ്റീവായിട്ട് തോന്നിയത് കാവിൻ്റെ പെർഫോമൻസ്. അദ്ദേഹം ഒരു 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 ജെന്റിൽ ലുക്കാണ്. ഇദ്ദേഹത്തിനെ കാണുമ്പോൾ, ഇദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ കണ്ടാൽ അറിയാം, ഇദ്ദേഹത്തിന്റെ മുന്നത്തെ സിനിമകളൊക്കെ കണ്ടാൽ അറിയാം, ഡാഡ എന്ന് പറഞ്ഞ സിനിമയൊക്കെ കണ്ടാൽ അറിയാം നമുക്ക് അദ്ദേഹത്തിന് ഒരു ഒരു ജെന്റിൽ ലുക്കാണ്. പക്ഷെ അദ്ദേഹം ഒരു പിച്ചക്കാരനായിട്ട് ഇങ്ങനെ ചുണ്ടിങ്ങനെ കൂർത്തി പിടിച്ച് തോളിങ്ങനെ വെച്ചുകൊണ്ടാണ് സിനിമയിൽ മൊത്തമായിട്ട് അഭിനയിക്കുന്നത്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അദ്ദേഹം അവതരിപ്പിക്കുന്ന ആ ഒരു കുട്ടി, ആ ഒരു കാറൊക്കെ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ അടിപൊളിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് വേറിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് എടുത്ത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ടുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു കാവിൻ എന്ന നടന്റെ ഈ ഒരു ബെഗറായിട്ടുള്ള ഒരു ആക്ടിങ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കാണുക. വലിയൊരു ക്ലാസ് ഫിലിം ഒന്നുമല്ല, പക്ഷെ 2.5 മണിക്കൂർ നിങ്ങൾക്കുണ്ടെങ്കിൽ, വെറുതെ വേസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് 2.5 മണിക്കൂർ ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായി, പണക്കാരാണെങ്കിലും പിച്ചക്കാരാണെങ്കിലും വീണ്ടും വീണ്ടും പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്താ പറയാ ഇരക്കുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു സ്വഭാവം തന്നെയാണ്. അതിന് പൈസക്കാരൊന്നും ഇല്ല, പിച്ചക്കാരൊന്നും ഒന്നുമില്ല. ഓക്കെ, പണത്തിന് വേണ്ടി എല്ലാവരുടെയും വികാരം ഒന്ന് തന്നെയാണ്. അത് ഈ സിനിമയിൽ ഒരു ഡയലോഗായിട്ട് അവർ പറയുന്നുണ്ട്. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഈ സിനിമയിലൂടെ. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം. See you.